കൊച്ചിൻ, കൊല്ലം, തിരുവല്ല, അങ്കമാലി. ഒന്നാമതെത്താൻ, ഉയരങ്ങളിലെത്താൻ NCPT, the Global Fire and Safety Engineering Academy. ജോൺസൺസ് ബേബി സോപ്പ്, സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച അരുത്. നക്ഷത്ര ലൈഫ് ബോയ് UDA മമ്മിയിൽ നിന്ന് രക്ഷിക്കൂ. ശ്രീലങ്കയിൽ കാണാൻ പോകും ഓഫർ. ഫെയർസ് മുഖം കണ്ടാൽ ദിനം സഫലമായി. എന്താ ചത്ത എടുക്കായിരുന്നു എല്ലാരും ഇതിനകത്ത്? എന്താടാ, എന്തിനാ ഒച്ച വെക്കുന്നേ? ഓ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. എന്തായാലും തിന്നും കുടിച്ചും ഇതിനകത്തുള്ള വാഴ്ച അവസാനിപ്പിക്കാൻ എല്ലാവർക്കും. എന്താ ഇപ്പൊ ഉണ്ടായേ? ഇനി എന്തുണ്ടാവാനാ? പുതിയ SP ചാർജ് എടുത്തിട്ടുണ്ട്. അധികം വൈകാതെ അങ്ങോട്ട് വരും. ഡാഡിയെ കൊന്ന കുറ്റത്തിന് 3 എണ്ണത്തിന് അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ. എന്തൊക്കെയാ നീ പറയുന്നേ? പറഞ്ഞത് കാര്യം തന്നെയാ. ഒരുങ്ങിയിരുന്ന എല്ലാവരും തൃപ്തിയായല്ലോ. ഇപ്പോ അന്വേഷണം എന്ന് പറഞ്ഞ ഓരോരുത്തന്മാരെ ക്ഷണിച്ചു വരുത്തിയപ്പോ ഓർക്കണമായിരുന്നു. അല്ല, മമ്മിക്ക് ഇതിലൊന്നും വലിയ പുതുമ തോന്നില്ല. പണ്ട് ചാരായ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ കുറെ പോലീസിനെ പട്ടാളത്തിനും കണ്ടതല്ലേ. പക്ഷെ ദാ ഇവക്കും എനിക്കൊക്കെ അതൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ.
എന്തായിരുന്നു താഴെ ഒരു ബഹളം? ആരോടാ വില്യം ചൂടായത്? ഹ, പറ ആലീസേ. ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലാതെയാണോ വില്യം ഇത്രയും ചൂടായത്? ഇനിയിപ്പോ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അല്ലെങ്കിലും നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ തലയിടാൻ പാടില്ലല്ലോ. എന്താ ശിവ ഇത്? ശിവ എന്താ ഒരു അന്യനെ പോലെ സംസാരിക്കുന്നത്? ശിവന് ഈ വീട്ടിലെ ഒരു അംഗമല്ലേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ, തന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ. ഒരാളിപ്പം ദേഷ്യം തീർത്തിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആരോടായിരുന്നു അംഗം? തന്നോടോ മമ്മിയോടോ? മമ്മിയോട്. എന്താണാവോ കാര്യം? ആ SP അൻവർ സയ്യിദിന് പകരം വന്നയാള് അന്വേഷണമൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുമെന്നോ ഇവിടെ ഉള്ളവരെ ചോദ്യം ചെയ്യുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്ന കേട്ടു. അത് കൊള്ളാലോ. അയാളെന്തിനാ ഇവിടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യുന്നേ? ആ അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ മില്യത്തിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നു. ഛേ, താൻ ഇങ്ങനെ തുടങ്ങിയാലോ? ദേഷ്യം വന്നപ്പോ വില്ലി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതാവും. അല്ലാതെ ഇവിടെ ആരെയും ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. താൻ അതും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതെ വില്യമിനടുത്തേക്കൊന്ന് ചെല്ല്. അവൻ ആകപ്പാടെ മനസ്സ് തുറക്കാറുള്ളത് പുന്നാര പെങ്ങളുടെ അടുത്ത് മാത്രമല്ലേ? എന്താ അവന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് ചിലപ്പോൾ തന്നോട് പറഞ്ഞെന്നിരിക്കും. മമ്മിയോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് ഇനി ചിലപ്പോ ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നെന്നിരിക്കും. വാശിക്ക് കയ്യും കാലും വെച്ചവരാണല്ലോ പേട്ടക്കുടുംബം. ചെല്ല്, അവനെ ചെന്നൊന്ന് തണുപ്പിക്കാം. ചെല്ലടോ. എന്താടാ, എന്താ നിനക്കെന്ന് പറ്റിയത്? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ആ, പതിവുകളൊക്കെ ഇനി തെറ്റിന്നിരിക്കും. 100 കൂട്ടം പ്രശ്നങ്ങളാ, ബിസിനസ്സിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും. അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. അതിന് നീ ഇവിടെ ഒന്നും പറയാറില്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങളറിയും? ഓ, പറയാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. പറഞ്ഞ കുഴപ്പാവോന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. പറയടാ, എന്താ SP ആയിട്ടുള്ള പ്രശ്നം? എന്ത് പ്രശ്നം? നീയല്ലേ അതും പറഞ്ഞിവിടെ കിടന്ന് ബഹളം വെച്ചത്? എന്താ, അയാളെ കണ്ടിരുന്നോ നീ? ഞാനല്ല, കരുണേട്ടനും ചെറായും. SP കാണാൻ പറ്റിയില്ല, പകരം അയാളുടെ അസിസ്റ്റന്റിനെ കണ്ടു. എന്നിട്ട് അയാളെന്ത് പറഞ്ഞു? എന്നിട്ടുണ്ടായ വിശേഷം നേരത്തെ പറഞ്ഞത്. ഡാഡിയെ കൊന്നവർക്ക് പകരം നമ്മളെയാണോ അറസ്റ്റ് ചെയ്യുന്നത്? അത് അവരോട് ചോദിക്കണം. അവരല്ലേ തീരുമാനിക്കുന്നത് ആരെ അറസ്റ്റ് ചെയ്യണമെന്ന്.